Jubilee and Convention. We are celebrating three major pillars here: faith, family, and services. Regarding faith, celebrating our deep-rooted faith and brotherhood. As Joy Pidav said in his homily, the three fundamental strengths of Christian life are strength of spirituality, strength of morality, and strength of suffering. They will share their unique insights with us. Mark Joy Alapat is the spiritual authority to the Zero Malabar Catholic community in the US. We, under the eparchial guidance, episcopal administration, and collegial spirit of our Bishop Joy Alapat, are practicing and professing our faith in a manner befitting our church. We are grateful to the Lord for blessing us with our effulgent Joy Pidav. I was thinking, is the, I think he got it. We all know that he is the Bishop of Canada, our neighborhood. Let me please introduce and also invite our own dear Thomas Kanadopuli Vigar. Please take your seats. Come on. Okay, let me invite Bishop Mark Joy Alapat to. വെള്ളത്തിൽ നിന്നൊക്കെ മാറി ഇവിടെ വന്ന് നിന്നപ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഇത്രയും ആളുകളെ കണ്ടപ്പോൾ ദിസ് ഈസ് വാട്ട് വി ഇന്റൻഡ്. ഇതാണ് നമ്മൾ ആഗ്രഹിച്ചത്. നിങ്ങളെ ഒരു 4 ദിവസം സന്തോഷിപ്പിച്ചു വിടുക. ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് വന്നാൽ നിങ്ങളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തല്ലോ. നമ്മുടെ രൂപത 25 വർഷം പിന്നിടുന്ന ഈ അവസരത്തിൽ ഇതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഇതിനുവേണ്ടി ആഗ്രഹിക്കുകയും തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ഒക്കെ ചെയ്ത ധാരാളം പേരുണ്ട്. അവരുടെയൊക്കെ സ്ഥിര പരിശ്രമ ഫലമായിട്ടാണ്, വലിയ ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് പരിശുദ്ധ സിംഹാസനം ഇപ്രകാരം ഒരു രൂപത നമുക്ക് അനുവദിച്ച് വിശുദ്ധ കുർബാനയിൽ നിങ്ങളെല്ലാം പിതാക്കന്മാരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എല്ലാ പിതാക്കന്മാരും പറഞ്ഞുകൊണ്ടുള്ള ആ കൂട്ടത്തിൽ പോകുന്നതാണ് ഞാൻ. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംസ്കാരത്തിൽ മുതിർന്നവരുടെ ആ ഒരു അനുഗ്രഹം നമ്മളെല്ലാ കാലത്തും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും ഗുരുഭൂതരുടെയും ഒക്കെ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന അടിസ്ഥാനമായ ശക്തിയാണ്. അതുകൊണ്ട് ഈ ഒരു സദസ്സിൽ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ള നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. And you crossed an ocean not fully knowing where you were going. You came carrying very little, but you carried the most important thing, the faith of Saint Thomas, folded close to your hearts. And like Abraham, you built altars wherever you stopped. I'm really happy that our Jake Pangad Pidav is here with us, because ആവശ്യതകൾ കൂടിക്കൂടി വരും. സ്വാഭാവികമാണ്, നമ്മളതിന് തയ്യാറായിരിക്കണമെന്നുള്ളത് ആവശ്യമാണ്. അതിലുപരി നമുക്ക് നമ്മൾ ആവശ്യമില്ലാത്തവരല്ല, നമ്മെ ആവശ്യമുള്ള
ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം നമ്മൾ ആഴപ്പെടുത്തിയെടുക്കുകയും ഓരോ ദിവസ ജീവിതവും മറ്റുള്ളവർക്ക് അനുഗ്രഹമാവുന്ന രീതിയിൽ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. വളർന്നു പലപ്പോഴും പ്രായമായി ക്ഷീണമായി ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് നമ്മൾ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമാണ്. കർത്താവ് നമ്മെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്ന അവിടത്തേക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ്. അവിടുന്ന് നമ്മെ വിളിക്കുന്ന സമയം വരെ നമ്മൾ ജീവിക്കുകയും കർത്താവിന് വേണ്ടി ജോലി ചെയ്യുകയും ചെയ്യണം. ആ ജോലിയുടെ ഏറ്റക്കുറച്ചിലുകൾ വ്യത്യാസം വരും. യുവാക്കളായിരിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല മധ്യപ്രായത്തിലായിരിക്കില്ല വാർദ്ധക്യത്തിൽ. പക്ഷേ എന്നാലും എപ്പോഴും ഞങ്ങളോട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ 25 വർഷം മുമ്പ് 25 വർഷമായി ഇവിടെ രൂപത സംവിധാനം വന്നു. അതിനു മുമ്പ് തന്നെ നിങ്ങളോട് വന്നു, നിങ്ങൾ പാഠം ഒരുക്കി, വിത്ത് വിതച്ചു. അതിനാണ് വാസ്തവത്തിൽ പിന്നീട് കലാകാരങ്ങളും നടന്മാരെ അച്ഛന്മാരൊക്കെ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി സ്വപ്നങ്ങളുണ്ട്. അത് ആ സ്വപ്നങ്ങൾ എന്താണെന്ന് കേട്ടിട്ട് കുറച്ച് കോപ്പി അടിക്കാമെന്ന് പറഞ്ഞാൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അതൊന്നുമില്ല. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഫ്രാൻസിസ് അസീസി ഏതാണ്ട് അവസാന കാലഘട്ടത്തിലായപ്പോൾ ശിഷ്യന്മാരടുത്ത് പറഞ്ഞു, ഒരു ഏതാണ്ടൊക്കെ അവസാനിക്കാനായിരിക്കും, എന്തെങ്കിലും അവസാനത്തെ സന്ദേശമായിട്ടുണ്ടോ? അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞതാണ്, മക്കളെ, our local churches and parish communities in its early stages. The book entitled Footprints bears witness to the footprints of resolve, stewardship, and enduring impact that the pioneers and ഞാൻ 1993 വന്നപ്പോൾ ഷിക്കാഗോയിലാണ് വന്നത്. അന്ന് കണ്ടുകൂട്ടിയ പല മുഖങ്ങളും ഇപ്പോഴും ഇരിക്കുന്നത് എനിക്കറിയാം. അന്ന് കണ്ടുകൂട്ടിയ പലരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ഡിട്രോയിറ്റ് പോയി, ഡിട്രോയിറ്റ് ഡാലസിൽ പോയി, ഡാലസ് മയാമി പോയി, മയാമി ഫിലഡൽഫിയ പോയി, ഫിലഡൽഫിയ ന്യൂയോർക്കിൽ പോയി. അവിടെ തിരിച്ച് വീണ്ടും ഷിക്കാഗോ വന്നപ്പോൾ അന്ന് കണ്ടുകൂട്ടിയ പല മുഖങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. എല്ലാവരും എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഒട്ടുമുക്കാലും ഇരിക്കുന്ന എല്ലാവരും എനിക്ക് പരിചയമുള്ളവരാണ്. ഒരു അഭിമാനം ഓർക്കുമ്പോഴൊക്കെ 2012 ഫിലഡൽഫിയയിൽ വെച്ച് ഞാനൊരു പൈനീഴ്സ് റെക്കഗ്നേഷൻ നടത്തിയായിരുന്നു. അന്ന് 80 കപ്പിൾസ് അവിടെ വന്ന് പങ്കെടുത്ത പൈനീഴ്സ് റെക്കഗ്നേഷനിൽ അവർ ഷെയർ ചെയ്ത ഒരു വലിയ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ഇപ്പോഴുണ്ട്, ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അവർ പഴയ അനുഭവങ്ങളൊക്കെ നാട് വിട്ട് വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി നോർത്ത് ഇന്ത്യ പഠിക്കാൻ പോയി. ഈ കേട്ടത് ഇന്നലെയും പോലെ കേൾക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കുന്നതെന്നു ചോദിച്ചാൽ, തോമാശ്രീയുടെ ആ പാദർശനം ഏറ്റ നമ്മൾ കൊണ്ടുവന്ന ആ വിത്ത് അമേരിക്കയിൽ കൊണ്ടുവരാനും ഇവിടെ വന്ന് അത് വിതച്ച് 10-100 മെയിനായിട്ട് വളരെ കാണുന്നത് വളരെ സന്തോഷത്തോടെ പറയുകയാണ്. ഒത്തിരി നല്ല കാര്യങ്ങളാണ് നമുക്കിവിടെ ഈ സീനിയേഴ്സ് ചെയ്യാൻ പറ്റിയുള്ളത്. ഞങ്ങൾ വരുന്ന കാലത്ത് ആരും ഇവിടെ ഇല്ല, വളരെ ചുരുക്കം പേരേ ഉള്ളൂ. എങ്കിലും ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്ത് അങ്ങനെ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റൂ അതെല്ലാം ചെയ്ത് മുന്നോട്ട് വന്നു. ഇനി ഈ നില കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ വിത്ത് ഇങ്ങനെ വിതച്ച് നമ്മുടെ Thanks for the opportunity. And so my job here is to congratulate the couples who are celebrating the 50th anniversary. I'll keep it brief. And also to congratulate all this, along with congratulating the seniors and pioneers as well. So there is a famous quote by a French writer. Love and the relationship is not about gazing at each other, but looking out together. And that goes hand in hand with an artist. ഇവിടെ കൂടിയിരിക്കുമ്പോൾ 50+ വർഷങ്ങൾ അവരെ വിവാഹ ജീവിതത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തോട് വിശ്വസ്തരായി നിന്നുകൊണ്ട് വലിയ ഒരു സാക്ഷ്യം ഞങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുകയാണല്ലോ. അവരിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൈ വന്നിരിക്കുന്ന നന്മകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അവരോട് കാണിച്ചിട്ടുള്ള വലിയ വിശ്വാസത്തെയും സ്നേഹത്തെയും അവിടുന്ന് ആദരിക്കണമേ, അവിടുന്ന് കാത്തുകൊള്ളണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് അവരോടൊപ്പം ഉണ്ടായിരിക്കുകയും അവരെ ശക്തരാക്കുകയും ചെയ്യണമേ. തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകി അവരെ കാത്തുകൊള്ളുകയും
അവരെ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ തനിമയിൽ പൂർത്തിയാക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തൊടുപുഴയിൽ ഒരു സ്റ്റോപ്പുണ്ട്, അവിടെ നിർത്താൻ പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ വണ്ടിയുടെ കിളിയാണ് ഞാൻ. എല്ലാ സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിതാക്കന്മാരെ പല സ്ഥലങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടിയുള്ള ഒരു ഫോട്ടോയൊക്കെ എടുത്ത് നമുക്ക് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും കൂടി കൈകാര്യം ചെയ്യുന്നത് കിളിയായിരുന്നു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ആദ്യം നിങ്ങളെ കൂട്ടാൻ ഇവിടെ ഈ ഹോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് തന്നെ ഏത് സ്ഥലത്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നു. പക്ഷെ ഞാൻ കണ്ടൊരു കാര്യം, എനിക്ക് മുമ്പേ ആളുകളൊന്നും ഇവിടെയുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾ പ്രായമായിട്ടില്ല, ഇപ്പോഴും ചെറുപ്പമാണ്. ചെറുപ്പമായിട്ടുള്ളവരെക്കാൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്.